എൻ്റെ പേര് ഡെയ്സി ബാബു. എനിക്ക് 61 വയസ്സായി. എനിക്ക് മുട്ട് തേയ്മാനം തുടങ്ങിയിട്ട് 10 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റെപ്പ് കയറാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പേടി കൊണ്ടാണ് ഞങ്ങൾ ഇത്ര നാളും ചെയ്യാതിരുന്നത്. പിന്നെ ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഫേസ്ബുക്കിൽ പാക്കേജിൻ്റെ കണ്ട് അങ്ങനെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ അധികം വേദനയൊന്നും ഉണ്ടാവില്ല. ജോസഫ് ജോർജ് ഡോക്ടറിനെ കണ്ട് ഡോക്ടർ കൂടുതലായിട്ട് ധൈര്യം തന്നു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതെല്ലാം ഓക്കെ ആക്കിയപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ പറഞ്ഞ് 27-ാം തീയതി അഡ്മിറ്റ് ചെയ്ത് 28-ാം തീയതി സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. 28-ാം തീയതി സർജറി ചെയ്ത് ആ രാത്രി തന്നെ എന്നെ നടത്തി. പിറ്റേ ദിവസം സ്റ്റെപ്പ് കയറ്റി ഇറക്കി. ഇപ്പം എനിക്ക് നല്ല സുഖമായിട്ട് നടക്കാം. എനിക്ക് സ്റ്റെപ്പ് കയറാനും കൂടി എനിക്ക് നല്ല സുഖമുണ്ടായി. പ്രതീക്ഷിച്ചത്ര വേദന പോലും എനിക്കുണ്ടായില്ല. വോക്കറോടുകൂടിയും നടക്കാം, പിന്നെ വോക്കറില്ലാതെ നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നണില്ല. എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയ പോലത്തെ ഒരു ഫീലാണ് എനിക്ക്. ഒരു പരിധി വരെ മരുന്നുകളും എക്സസൈസുകളും ഫിസിയോതെറപ്പിയും ചെയ്ത് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുമെങ്കിലും ദീർഘകാലത്തേക്കുള്ളൊരു സൊല്യൂഷൻ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെയാണ്. മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് മുട്ട് മൊത്തം മാറ്റി വേറൊരു മുട്ടെടുത്ത് വെക്കുക എന്നല്ല. അതിൻ്റെ തേഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ, അതിൻ്റെ കേടുപാടുള്ള തരുണാസ്ഥി, ഈ ഷൈനി സർഫസ്, അതിനെ നീക്കം ചെയ്ത് അതിനെ ആക്യുറേറ്റ് ആയിട്ടൊരു മെറ്റാലിക് കപ്പ്, ഒരു മെറ്റാലിക് പ്രോസ്തസിസ് അതിൻ്റെ കറക്റ്റ് ബാലൻസിൽ വെച്ച് അത് ഉപയോഗിച്ച് റീഹാബിലിറ്റേഷൻ ചെയ്ത് നടക്കുക എന്നുള്ളതാണ്. നീ റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുമോ, കുറേ നാൾ അനങ്ങാതിരിക്കേണ്ടി വരുമോ, അതിശക്തമായിട്ടുള്ള വേദനയായിരിക്കുമോ, കിടപ്പായി പോകുമോ എന്നുള്ള കുറേ തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡേൺ ടെക്നീക്സ് വെച്ച് ചെയ്യുന്ന നീ റീപ്ലേസ്മെൻറ്റുകളിൽ സഹിക്കാൻ പറ്റുന്ന വേദന ഉണ്ടാവത്തുള്ളൂ. അനസ്തീസിയയുടെ എഫക്റ്റ് മാറി കഴിയുമ്പോൾ തന്നെ നമുക്ക് മുട്ട് മടക്കാനും നിവർത്താനും നടക്കാനുമുള്ള പരിശീലനം കൊടുക്കാൻ സാധിക്കുന്നതാണ്. നോർമൽ പ്രോട്ടോകോൾ വെച്ചിട്ട് ഒരു 4-5 ഡേയ്സ് ആകുമ്പോൾ തന്നെ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യാറാണ് പതിവ്. നമ്മുടെ ലാസ്റ്റ് ഓപ്പറേറ്റഡ് പേഷ്യൻറ്റ് മിസ്സസ് ഡേസി രാവിലെ സർജറി ആയിരുന്നു. ഉച്ചയായപ്പോഴത്തേക്കും കുറച്ച് നേരം ഇരുന്ന് മുട്ട് മടക്കാനും നിവർത്താനുള്ള പരിശീലനം നമുക്ക് കൊടുക്കാനും സാധിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് കുറച്ചൊന്ന് നടത്തിച്ചു. അടുത്ത ദിവസം ഷി വാസ് വാക്കിംഗ് വിത്ത് എ വാക്കർ. 2 days later we managed to make her climb some steps. Today is the 5th day. She's getting discharged today, independently walking. So if you have any doubts or any queries, please feel free to contact us. We can have a chat. Suppose you are considering surgery but you want to discuss other options other than surgery, of course we can have that discussion as well. Lakshmi Hospital, the trusted family hospital.